ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് തിരുവനന്തപുരത്ത് ചെയ്യുന്നത്. അപ്പം ഓരോ ജില്ലകളിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു റെസ്പെക്റ്റീവ് അതിപ്പം ഏതാണെങ്കിലും ഏത് ഇങ്ങനത്തെ കൈത്താങ്ങിൻ്റെ പദ്ധതികൾ പലരെ ഇങ്ങനെ മൾട്ടിപ്പിളായിട്ട് സഹായിക്കുന്നെങ്കിൽ ആ ജില്ലയിലുള്ള നമ്മുടെ പള്ളികളോ അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്റ്റിലുള്ള പലവരോടും പറയും. എന്നിട്ട് അവരുടേന്ന് നോമിനേഷൻസ് ഇപ്പോൾ ഇന്നിപ്പോൾ 11 എണ്ണമാണ് കൊടുത്തത്. അപ്പോൾ 11 പേരെ വിളിച്ചിട്ട് നിങ്ങൾക്കൊരു നോമിനേഷൻ 1-2 നോമിനേഷൻ തരാൻ പറയും. അവർ തരുന്ന നോമിനേഷനിൽ നിന്ന് നമ്മളൊന്ന് വിളിച്ച് അവരൊരു ഒന്ന് മനസ്സിലാക്കിയിട്ട് കഴിവതും ഒരു നോമിനേഷൻ എടുക്കത്തുള്ളൂ. അവർക്കൊരു പ്രതീക്ഷ കൊടുത്തിട്ട് നോ പറയാതിരിക്കുക. എന്നിട്ട് അവരൊന്ന് കണ്ടീഷനൊന്ന് വെരിഫൈ ചെയ്തിട്ട് കൊടുക്കാറാണ് പതിവ്. കൂടുതലും നമ്മൾ ആ വിളിക്കുന്നവരോട് വിളിക്കുമ്പോൾ തന്നെ പറയും വളരെ ജെന്യുവനായിട്ടുള്ള ഒരു നോമിനേഷൻ വേണം കിട്ടാൻ. അപ്പോൾ അവർ എല്ലാവരും അങ്ങനെ തന്നെയാണ് സഹകരിക്കുന്നത്. അത് ഇവിടെ വന്നപ്പോൾ എല്ലാവരെയും കണ്ടില്ല. അപ്പം ഈ ബെനിഫിഷ്യറിയോടൊപ്പം അവരെ നോമിനേറ്റ് ചെയ്തവരും ഇവിടെ വരാറുണ്ട്. ഉമ്മൻചാണ്ടി സാറ് വ്യക്തിപരമായിട്ട് മാത്രമല്ല ഒരു സമൂഹത്തിനെ ഒരു ജനതയെ മലയാളികളിൽ നിന്ന് മാത്രം നമുക്ക് അങ്ങനെ ഒതുക്കി നിർത്താൻ കഴിയില്ല. ഇന്ത്യക്കാരെ മുഴുവൻ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിത്വം. ഒന്നും മോഹിച്ചല്ല അദ്ദേഹം ഒരു കാലത്തും ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും പദവി മോഹിച്ചോ ഇന്നതാകാം എന്ന് കരുതിയിട്ടോ അല്ല. അദ്ദേഹത്തെ അടുത്ത് എനിക്ക് അറിയാമെന്നുള്ളത് പലർക്കും അറിയില്ല. കാരണം കാനറ ബാങ്കിൽ ഞാൻ അധ്യാപകനാകുന്നതിന് മുമ്പ് കാനറ ബാങ്കിൽ ജോലി നോക്കിയിരുന്നു. അന്ന് ശ്രീമതി മറിയ ഉമ്മൻ, ഞാൻ റിക്കവറീസ് ആൻഡ് ലീഗൽ സെക്ഷനിലാണ് അന്ന് ജോലി നോക്കിയിരുന്നത്. അതെ, ശ്രീമതി മറിയാമ്മ അഡ്വാൻസ് സെക്ഷൻ. ഒരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കാനറ ബാങ്കിലെ ഏറ്റവും സുന്ദരികളായ 2 വനിതകളെ 2 നേതാക്കൾ സ്വന്തമാക്കി. ആന്റണി സാറ് ശ്രീമതി എലിസബത്തിനെ സ്വന്തമാക്കി, ശ്രീമതി മറിയാമ്മയെ ഉമ്മൻചാണ്ടി സാറ് സ്വന്തമാക്കി. അത് ഭംഗിവാക്കായിട്ട് പറയുന്നതല്ല. ഞങ്ങളുടെ അന്നത്തെ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം ഈ രൂപഭംഗിയിൽ മാത്രമല്ല, പെരുമാറ്റം കൊണ്ടും ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ അന്നേ ആകർഷിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. വളരെ സ്നേഹസമ്പന്നയായി സഹപ്രവർത്തകരുടെ ഇടയിൽ ഒരു വലിയ നേതാവിന്റെ ഭാര്യയാണെന്ന രീതിയിൽ ഒരിക്കലും പെരുമാറിയിട്ടില്ല. പിന്നെ ശ്രീമതി എലിസബത്തിന്റെയും ആന്റണി സാറിന്റെയും വിവാഹം നടത്തിക്കൊടുത്തതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള അതൊക്കെ ചരിത്രമാണ്. അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ ഞാനിവിടെ ഈ ചടങ്ങില് ലാളിത്യം കൊണ്ട് ശ്രദ്ധേയമായ ഒരു ചടങ്ങാണ്. മറിയ എന്നെ വിളിച്ച് പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഉമ്മൻചാണ്ടി സാറിനോടുള്ള എന്റെ സ്നേഹം അറിയിക്കാനുള്ള ഒരു അവസരം കിട്ടുക. അതും ഒരു നല്ല കാര്യം. ഇപ്പൊ മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ്, ഗ്ലോബൽ ഇന്ത്യൻ കൗൺസിലും ചേർന്ന് നടത്തുന്ന ഈ സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഈ സൗജന്യ തയ്യൽ മെഷീൻ വിതരണം എന്ന് പറയുന്നത്, ഇതൊക്കെ എന്തെങ്കിലും മോഹിച്ചാണ് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചാണെങ്കിൽ ഈ രീതിയിലല്ല നടത്തേണ്ടത്. വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് വലിയ പബ്ലിസിറ്റി എല്ലാം കൊടുത്ത് വേണമെങ്കിൽ നടത്താം. അതാണ് എന്നെ ഇതിലേക്ക് കൂടുതൽ ആകർഷിച്ചത്. സത്യത്തിൽ ഇതൊരു മറിയ മന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ സംഘടിപ്പിച്ച ഒരു കുടുംബ യോഗമാണ്. അതിവിടെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. അപ്പം ആ ചടങ്ങിലേക്ക് വന്ന് എന്നെ മുഖ്യാതിഥി എന്നൊക്കെ വിളിക്കുന്നത് ഞാൻ സംശയമില്ല കടന്നു കഴിയുക. കാരണം ഞാൻ ഇവിടുത്തെ ഒരു സ്ഥിരം കക്ഷിയാണ്. 2-3 മാസമായിട്ട് ചില രോഗകാരണങ്ങളാൽ ഇവിടെ വരാൻ സാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, മന്ന ട്രസ്റ്റിൻ്റെ ഒരു ബെനിഫിഷ്യറിയും കൂടെ ഞാൻ. കാരണം എനിക്കത് കാലിനൊരു പ്രശ്നം വന്നപ്പോൾ ഒരു വീൽ ചെയർ വേണമായിരുന്നു. തൽക്കാലത്ത് കടമായിട്ട് മറിയാണ് മന്നയുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു വീൽ ചെയറാണ് എനിക്ക് തന്നത്. അപ്പം ആരും അതിഥികളല്ല, എല്ലാവരും ജഗീഷ് പറഞ്ഞ പോലെ കുടുംബ സദസ്സിൻ്റെ ഭാഗമാണ്. അങ്ങനെ എത്തിയവരാണ്. നമ്മളിൽ നിന്ന് വിടവാങ്ങിയപ്പോയതിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോഴും അനുസ്മരിക്കുമ്പോഴും പലപ്പോഴും ഒരു ദുഃഖസാന്ദ്രമായ ഒരു ബാക്ക്ഡ്രോപ്പായിരിക്കും അതിനുണ്ടാവുക. പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും സത്യം പറഞ്ഞാൽ ഒരു സന്തോഷമാണ്, അല്ലെങ്കിൽ ഒരു സംതൃപ്തിയാണ്. ഇതുപോലൊരു മനുഷ്യൻ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നല്ലോ, കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ എന്നൊരു വലിയ ഒരു സംതൃപ്തി. ഇത് അദ്ദേഹം ബാക്കി വെച്ചിട്ട് പോയൊരു ലെഗസി. അത് മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റുന്നതല്ല. ഈ വീട് ആരുടെ ആണോ അതോ ഈ ജഗതിയിൽ ഞങ്ങൾ ഈ താമസിക്കുന്ന വീട് അമ്മ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അമ്മയുടെ പേരിലുള്ള വീടാണിത്. ഇവിടെയാണ് ഞങ്ങൾ ജനിച്ച് വളർന്നത്.
അപ്പം ഞാനും അമ്മയും എൻ്റെ മകനും ഞങ്ങൾ 3 പേരും ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. ചാണ്ടി പുതുപ്പള്ളിയിലാണ് താമസിക്കുന്നത്. അപ്പം ചാണ്ടി ഇടയ്ക്ക് ഇവിടെ വന്ന് പോകും. അല്ല, നമ്മളിപ്പോൾ വേറെ എല്ലാവരും കൂടെ കൂടിയുള്ള വീടാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉള്ള വീട് ഇതാണ്. പുതുപ്പള്ളിയിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അത് കോളമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചറിയോ ഈ പരിപാടി പുറത്തെവിടെയാണ് വെക്കുന്നത്. അപ്പം ഞങ്ങൾ പുറത്തെവിടെയോ വെക്കുന്നതിൽ എന്ത് നല്ലതാണ് ഇവിടെ വെക്കുന്നത് അല്ലേ. പുതുപ്പള്ളി ഹൗസ് ഉമ്മൻചാണ്ടി സാറിന്റെ ശ്വാസവും ആത്മാവും ഒക്കെ നിൽക്കുന്നത്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു ബ്ലെസ്സഡ് പ്രോഗ്രാം. അപ്പോൾ ഇവിടെ അപ്പം ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു അനുഗ്രഹവും നമ്മൾ എന്ത് ചെയ്താലും ഇവിടെ കാണാം. അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചൊരു പരിപാടി നടക്കുമ്പം നമുക്ക് ഇതിനെക്കാട്ടിൽ മറ്റൊരു വെന്യൂ നോക്കേണ്ട കാര്യമില്ല. അപ്പം അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്കൊരു 50 പേരിൽ ഉള്ള ഒരു ചെറിയ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടെ ചെയ്യും. ഇപ്പം വലിയൊരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് പറ്റില്ല. അല്ലാത്തതിനൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു വെന്യൂ ഇത് തന്നെയായിരിക്കും. ഏറ്റവും ബ്ലെസ്ഡ് ഒരു കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. അതാണ് അത് എന്നും അച്ഛൻ്റെ പേര് ജനങ്ങൾ ഓർത്തിരിക്കട്ടെ. ഒരിക്കലും മറക്കാതെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ മക്കൾക്ക്. അതാണ് ആഗ്രഹവും. നമ്മളെ കൊണ്ട് ഇപ്പം കഴിഞ്ഞ 1 വർഷം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഞാനതിൻ്റെ ഒരു കണക്കെടുത്തപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയോ എന്ന് തന്നെ എനിക്ക് സംശയം തോന്നി. അത് ദൈവാനുഗ്രഹം മാത്രമാണ്. തുടങ്ങിയത് എങ്ങനെ സണ്ണിക്കുട്ടി ഇബ്രാഹിം പ്രസംഗത്തിൽ പറഞ്ഞു. ഞങ്ങൾ മന്നയുടെ തുടക്കത്തിൽ ഞങ്ങൾ കുറേ സംസാരിച്ചിട്ട് പിന്നെ സണ്ണിച്ചായന് തിരക്കായി, ഞങ്ങളും വേറെ തിരക്കിൽ പോയിട്ട് അങ്ങനെ ഒരുപാട് മിണ്ടിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ അപ്പയുടെ 1ാം വാർഷികത്തിന് ശേഷമാണ് ഇത്രയും പബ്ലിക്കായത്. 1 വർഷം കൊണ്ട് എങ്ങനെ ഇത്രയും ഇതായി ഇന്ന് എനിക്ക് തന്നെ ഒരു അത്ഭുതമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതമാണ്. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. മുന്നോട്ട് പോകുമ്പം ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ആരോ ചോദിച്ചു എന്താണ് മുന്നോട്ടുള്ള പ്രത്യേകിച്ച് പ്ലാനും ഒന്നുമില്ല. ആഗ്രഹമുണ്ട്. എല്ലാ ജില്ലകളിലും മെഡിക്കൽ ക്യാമ്പ് നടത്തുന്ന ഒരു പ്രോജക്റ്റ്, അത് ചെയ്യാൻ എളുപ്പമാണ്. എല്ലാ ജില്ലയിലും ഒരു വീടെങ്കിലും വെക്കണം എന്നുണ്ട്. നടക്കുമോയെന്നറിയില്ല, ആഗ്രഹമാണ്. പക്ഷേ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതിലും വലിയ കാര്യങ്ങൾ ദൈവം വഴി ഒരുക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും തന്നാൽ അതൊന്നും നിങ്ങളുടെ ഒരു അണപ്പൈസ നിങ്ങളുടെ ഒന്നും പോവില്ല. ഈ കുടുംബത്തോടുള്ള വിശ്വാസം അതാണ് അപ്പ ഉണ്ടാക്കി വെച്ച ആ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അത് അപ്പ ഉണ്ടാക്കി അപ്പയുടെ മരണശേഷം അല്ലെ ഇപ്പം ഞാൻ വിചാരിക്കും അപ്പ എന്നൊരു വ്യക്തി നമുക്ക് ഒരിക്കലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതിലപ്പുറമാണ് ആ ഒരു ഇതിപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു. അങ്ങനെയാണ് ഓരോ വ്യക്തികളും പറയുന്നത്. ദൈവം മുമ്പോട്ട് നയിക്കും എന്ന പ്രതീക്ഷയിൽ പോകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.